ഹായ് ഫ്രണ്ട്സ്, സൈക്കിൾ ചവിട്ടുന്നത് ഒരു കുതിരേനെ റൈഡ് ചെയ്യുന്ന പോലെ. വ്യത്യാസം, സൈക്കിളിൻ്റെ പവർ എന്ന് പറയുന്നത് സൈക്കിൾ ചവിട്ടുന്ന ആളുടെ പവറാണ്. സൈക്കിളിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളതും എഞ്ചിന് തുല്യമായിട്ടുള്ള ഭാഗമാണ് സൈക്കിളിൻ്റെ ഫ്രെയിം. ഈ ഫ്രെയിം നിർമ്മിക്കുന്നത് ലോഹം കൊണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റീരിയൽസ്, ഒന്ന് സ്റ്റീൽ, ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളതും വെയിറ്റ് ക്യാരി ചെയ്യാൻ കഴിവുള്ളതും. രണ്ടാമത്തെ അലുമിനിയം, വെയിറ്റ് കുറവാണ്. മൂന്നാമത്തെ ഏറ്റവും വെയിറ്റ് കുറവുള്ളത് കാർബൺ ഫൈബർ, പക്ഷെ ലഗേജ് അധികം ക്യാരി ചെയ്യാൻ പറ്റില്ല. 2 വിരലുകൊണ്ടും 1 വിരലുകൊണ്ടൊക്കെ ഈസി ആയിട്ട് സൈക്കിൾ പൊക്കാൻ പറ്റും. ഇനി നാലാമതൊരു ഫ്രെയിമാണ് ടൈറ്റാനിയം. അതിന് വളരെ വെയിറ്റ് കുറവാണ്, പക്ഷെ ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റും. സൈക്കിളിൻ്റെ ഫ്രെയിമിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ഒരു ട്യൂബ് ആകൃതിയിലാണ്. അതിനകത്ത് മുകളിലത്തെ ട്യൂബിനെ നമ്മൾ ടോപ്പ് ട്യൂബ് എന്ന് പറയും. താഴെ ഡയഗണലായിട്ടൊരു ട്യൂബ് ഉണ്ട്, അതിനെ ഡൗൺ ട്യൂബ് എന്ന് പറയും. സീറ്റ് ഇരിക്കുന്ന ട്യൂബിനെ സീറ്റ് ട്യൂബ്. ഇനി സീറ്റിനൊരു സ്റ്റേ വേണമല്ലോ, സീറ്റ് സ്റ്റേ. ഇനി സൈക്കിളിൻ്റെ തല, അതായത് കുതിരയുടെ തല ഇരിക്കുന്ന ഭാഗം ഹെഡ് ട്യൂബ്. ഇനി ചെയിനൊരു സ്റ്റേ വേണ്ടേ, അതുകൊണ്ട് ഈ ഭാഗത്തിനെ ചെയിൻ സ്റ്റേ എന്ന് പറയും. ഇനി പെഡലും ക്രാങ്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അതിനൊരു ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചേക്കാണ്, അതായത് ബോട്ടം ബ്രാക്കറ്റ്. സൈക്കിളിൻ്റെ ഫ്രെയിം ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് വളരെ ക്വാളിറ്റി ഉള്ളതും വെയിറ്റ് കുറവുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ റൈഡ് അടിപൊളിയായിരിക്കും. അതായത് കുതിര അടിപൊളിയാണെങ്കിൽ നമ്മുടെ റൈഡ് അടിപൊളിയായിരിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് ജിയോമെട്രി പരിചയപ്പെടാം.